ഇപ്പോൾ അവിടെയുള്ള ഒരു മറ്റു മലയാളി, ആ പ്രദേശത്തുള്ള മറ്റു മലയാളി സവാദിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാകുകയാണ്. സവാദ് ഇപ്പോൾ ലൈനിലുണ്ട്. അദ്ദേഹം അർജുൻ വണ്ടിയിൽ ഉറങ്ങുന്നത് കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. സവാദിന് കേൾക്കാമല്ലോ അല്ലേ? എന്താണ് താങ്കൾ കണ്ടത്? അർജുനെ വണ്ടിയിൽ ഉറങ്ങുന്നത് കണ്ടത് എപ്പോഴായിരുന്നു? ഒരു 5:30 മണിയാവും. വണ്ടി ഏതു ഭാഗത്തായിട്ടാണ്, ഏകദേശം ഏതു ഭാഗത്തായിട്ടാണ് കിടന്നിരുന്നത്? അങ്കോളാന്ന് വരുമ്പോ ലെഫ്റ്റ് സൈഡില്. അതായത് ഇപ്പോൾ തിരച്ചിൽ നടക്കാത്ത സ്ഥലമാണോ? അല്ല, തിരച്ചിൽ നടന്നുകൊണ്ട് മുബീന് ലൊക്കേഷൻ പറഞ്ഞല്ലേ? തിരച്ചിൽ നടന്ന സ്ഥലം തന്നെയാണോ? സ്ഥലം തന്നെ. പക്ഷെ അവിടെ ഇപ്പോൾ വാഹനം കണ്ടെത്തിയിട്ടില്ലല്ലോ. 70% തിരച്ചിൽ പൂർത്തിയായ സാഹചര്യമാണ്. അപ്പോൾ അവിടെ നിന്ന് പുഴയിലേക്ക് വീഴാനുള്ള സാധ്യത കാണുന്നുണ്ടോ? സാധ്യത അവന് റണ്ണിങ്ങിൽ വന്നെങ്കിൽ സാധ്യതയുണ്ട്. അവിടുന്ന് സ്റ്റാർട്ടാക്കിയിട്ട് വന്നാല് സ്റ്റാർട്ടാക്കി വന്നാലേ പുഴയിലേക്ക് വീഴാൻ സാധ്യതയുള്ളൂ അല്ലേ? പുഴന്നല്ല, ഒരു സെൻട്രൽ ലൈനിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. താങ്കൾക്ക് ഇപ്പോൾ നമ്മുടെ TV കാണാൻ പറ്റുന്നുണ്ടോ? റിപ്പോർട്ടർ TV കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ടിവിയിലില്ല. ഞാനൊരു കാറിൽ എത്രയുണ്ട്. താങ്കളൊന്ന് യൂട്യൂബിൽ കാണുകയാണെങ്കിൽ നന്നായിരുന്നു. ഇപ്പോൾ ഒരു ചിത്രം ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ആ ഭാഗത്താണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യം. സവാദ് ഒന്ന് അത് നോക്കുന്നതിനിടയ്ക്ക് ഒന്ന് വിശദീകരിക്കൂ. അതിനുശേഷം ഈ ഉറങ്ങുന്നത് കണ്ടതിന് ശേഷം എപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത് എന്നുള്ളതും എത്ര മണിക്കൂറിന് ശേഷമാണ് എന്നുള്ളതും താങ്കൾ അവിടെ നിന്ന് എങ്ങോട്ടാണ് പോയത് എന്നുള്ളതും അറിയേണ്ടതുണ്ട്. യൂട്യൂബ് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് കാണാമോ? കാണുന്നുണ്ടല്ലോ. ആ ദൃശ്യത്തിലെ ആ ഭാഗത്താണോ? അതെ, അടുത്ത ഭാഗത്ത്. അടുത്ത ഭാഗത്ത് അങ്കോളാന്ന് വരുമ്പോ അടുത്ത ഭാഗത്തുള്ള ഈ കാണുന്ന ദൃശ്യത്തിന്റെ ഇടത് ഭാഗത്ത്. അടുത്ത ഭാഗത്ത് മലയുടെ സൈഡിലാണോ ഉദ്ദേശിക്കുന്നത്? മലയുടെ സൈഡിലാണ്. മലയുടെ സൈഡിലാണോ വാഹനം പാർക്ക് ചെയ്തിരുന്നത്? അതെ. പക്ഷെ ആ ഭാഗത്തൊക്കെ ഇപ്പോൾ തിരച്ചിൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ കാണുന്ന ദൃശ്യങ്ങൾ കൂടി ഒന്ന് നോക്കൂ. ഇത് അപകടത്തിന് മുൻപുള്ള ദൃശ്യമാണ്. നിങ്ങൾ ആ വഴിക്ക് പോകുമ്പോൾ ഈ സാഹചര്യമായിരുന്നു അല്ലേ? ഞാൻ പോകുമ്പോ ഇതൊന്നും ഇടിക്കലൊന്നുമില്ല. കേട്ടില്ല. ഇടിക്കലൊന്നും ഉണ്ടായിരുന്നില്ല, മഴ ഒന്നുണ്ടായി. അത് മനസ്സിലായി. അപകടത്തിന് മുമ്പുള്ള ദൃശ്യമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ആ കട കാണുന്നുണ്ടല്ലോ അല്ലേ? ആ കടയിലേക്ക് എല്ലാവരും അവിടെയാണോ ചായ കുടിക്കാൻ പോകുന്നത്? അപ്പൊ അതിന്റെ ഏത് ഭാഗത്തായിട്ടാണ് ഈ വണ്ടികളൊക്കെ നിർത്തുന്നത്? അങ്ങനെ വരുമ്പോ ലെഫ്റ്റ് സൈഡില് സിംഗിൾ റോഡ് കഴിഞ്ഞില്ലേ? ആ സിംഗിൾ റോഡ് കഴിഞ്ഞപ്പാട് ഡബിൾ റോഡ് കിട്ടുന്നില്ലേ? അവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത്. നിങ്ങൾ ആ ഭാഗം വിട്ടുപോയി എത്ര സമയം കഴിഞ്ഞാണ് അപകടം ഉണ്ടായത്? ഞമ്മക്കറിയില്ല. ഒരു 5:30 മണിക്ക് പാസ്സായി. ഈ അർജുനെ കണ്ടു എന്ന് പറയുമ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് ഇത്ര ഓർമ്മ? എങ്ങനെയാണ്? വണ്ടിയുടെ പ്രത്യേകത കൊണ്ടാണോ? പ്രത്യേകത, ഞാന് വിളിച്ചാണ് മഴ വരുന്നുണ്ട്. വിളിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ലോക്ക് ചെയ്തിരുന്നു, എണിച്ചില്ല. ഈ കാണുന്ന കടയാണോ ലക്ഷ്മണന്റെ കട? അതന്നെ. ഇപ്പോൾ കാണുന്ന ചിത്രത്തിൽ കാണുന്ന കടയാണ് ലക്ഷ്മണന്റെ കട അല്ലേ? ഇവിടെയാണ് എല്ലാവരും ചായ കുടിക്കാൻ പോകുന്നത്. ഇപ്പോൾ കാണുന്ന ചിത്രത്തിൽ കാണുന്ന കടയാണ്. അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഭാഗം അവിടെയാണ് വാഹനം നിർത്തിയിട്ടിരുന്നത് അല്ലേ? കുറച്ച് മുമ്പ് മുന്നോട്ട്, കടയ്ക്കും കുറച്ചുകൂടെ മുന്നോട്ട്. അവിടെ നിന്ന് ഇപ്പൊ കാണുന്ന ഒരു ചുവന്ന കാർ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ടാണോ? തൊട്ടടുത്തായിട്ട്. അവിടെ വാഹനം ഇട്ടാൽ പുഴയിലേക്ക് വിടാനുള്ള സാധ്യത ഇപ്പോൾ ഈ മല വന്ന് ഇടിഞ്ഞു വീഴുന്ന ഘട്ടത്തിൽ പുഴയിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ് കാണുന്നത്? പോകാനുള്ള സാധ്യത കുറവാണല്ലേ? മറ്റേ റോഡ് കഴിഞ്ഞ് പാസ്സാണ്ടേ. കരയിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. അതായത് ഇനി 30% തിരച്ചിൽ നടത്തേണ്ടത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാകാനാണ് സാധ്യത അല്ലേ?
സാധ്യത. ഈ അപകട ശേഷം നിങ്ങൾ ആ ഭാഗത്തേക്ക് പോയിരുന്നോ സവാദ്? ഇല്ല ഇല്ല. നിങ്ങൾ അതിന് തൊട്ടടുത്തായിട്ടാണോ താമസം? ഇല്ല, എന്റേത് കർണാടകയിലെ. ഈ ഭാഗത്തു കൂടി എപ്പോഴും പോകാറുണ്ട് അല്ലേ? ഇല്ല, സ്ഥിരം ഇല്ല, എപ്പോഴും വരുത്തോ. താങ്കളുടെ ഓർമ്മയിൽ അന്നത്തെ ദിവസത്തിന് ശേഷം എന്തെങ്കിലും ഓർമ്മയിൽ വരുന്ന കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? കൂടുതലൊന്നും ഓർമ്മയില്ല. അവിടെ പാർക്ക് ചെയ്തിട്ട് ഉറങ്ങുന്നതായിട്ട് കണ്ടു. ഞങ്ങൾ വിളിച്ചിട്ട് മണിച്ചില്ല. ഒറ്റന്നെ ഒന്നിച്ചിട്ടാണ് ലോഡായത്. ഓരോ സ്ഥലത്തു നിന്നാണ് ലോഡായത്. ഒരേ ടൈമിനാണ് നമ്മ വിട്ടത്. താങ്കൾ ഏത് വാഹനത്തിലായിരുന്നു? ഞാൻ ഒരു 12 വീല് അശോക് ലൈലാൻഡ് വണ്ടിയില്. ശരി. സവാദ്, താങ്കൾ ഈ പ്രദേശത്ത് നിന്നും എത്രമാത്രം മുന്നോട്ട് പോയ ശേഷമാണ് ഈ അപകട വിവരം അറിയുന്നത്? ഞാൻ കുറച്ച് മുമ്പ് പോയിട്ട് ഞാൻ ഉറങ്ങിയിട്ട് ഒരു 3:30-4 മണിയാകുമ്പോഴാണ് എനിക്ക് അറിയുന്നത്, വിവരം അറിയുന്നത്. ശരി. ഇപ്പോൾ ഈ ചിത്രത്തിൽ ലക്ഷ്മണന്റെ കട കാണുന്നുണ്ടല്ലോ. ലക്ഷ്മണന്റെ കടയ്ക്ക് അല്പം കൂടി മുന്നോട്ട് വലതുവശത്ത്, അതായത് അതിന്റെ ഓപ്പോസിറ്റ് അല്പം കൂടി മുന്നോട്ടാണ് ഈ ലോറി പാർക്ക് ചെയ്തിരുന്നത്, അർജുന്റെ വണ്ടി അല്ലേ?